ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്നത് പുൽപ്പള്ളിയിലെ മാവിലാന്തോടിലുള്ള പഴശ്ശിരാജ സ്മൃതി മണ്ഡപം കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബാലസഭയുടെ കീഴിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കുട്ടികളും പേരൻസ് എല്ലാവരും കൂടിയിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഇത് ഇവിടെ ചെറിയ ടിക്കറ്റ് എടുക്കണം. വലിയ ആൾക്കാർക്ക് 30 രൂപയും ചെറിയ കുട്ടികൾക്ക് 20 രൂപയും അങ്ങനെയാണ്. പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ വേറെ പൈസയാണ് കേട്ടോ. പിന്നെ ഇത് കയറി വരുന്ന ഇറങ്ങി അങ്ങോട്ട് ചെല്ലുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ നമ്മൾ ഒരുപാട് ചെടികളൊക്കെ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇതിൻ്റെ റിസർച്ച് ലൈബ്രറിയും റിസർച്ച് സെൻ്ററൊക്കെയാണ്. പിന്നെ ഇങ്ങോട്ടാണ് കൂടുതലും ആദ്യം കാണാൻ തന്നെ കുറേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർക്ക് പോലെയാണ്. ഇവിടെ പഴശ്ശി പാർക്ക് എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. പഴശ്ശി സ്മൃതി മണ്ഡപം എന്നൊക്കെ അവിടെ എഴുതി വെച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും പറയുന്നത് പഴശ്ശി പാർക്ക് എന്നാണ്. കുട്ടികൾക്ക് വേണ്ടി കളിക്കാനായിട്ടുള്ള സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികളൊക്കെ ആദ്യമേ തന്നെ ഓടി അവരവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഓടി ചെന്നിട്ടുണ്ട്. ഊഞ്ഞാലില പിന്നെ സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. പൊന്നു ആണെങ്കിൽ അവൾക്ക് ആകെ ഒരു പേടിയുള്ള കൂട്ടത്തിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ കാരണം ഇത് തത്തി പോണ കാരണം കൊണ്ട് ഇങ്ങനെ എനിക്ക് പേടിയാണ്. അവളെ തന്നെ വിടാനും എനിക്ക് പേടിയാണ്. എന്നാലും ഞാനും കൂടെ നിന്ന് സ്ലൈഡിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് കയറി ഇങ്ങനെ വേഗം ഓടിച്ചാടി ഒരു ഹൈപ്പറായിട്ട് ആളൊന്നും ചെയ്യില്ല. എല്ലാം ഒരു സ്ലോ മോഷൻ്റെ ആളാണ്. പിന്നെ പുറത്തോട്ട് ഇറങ്ങിയ ആൾ ഭയങ്കര സൈലൻ്റാണ് കേട്ടോ. വീടിൻ്റെ ഉള്ളിലാണ് പുലി, പുറത്തോട്ട് ഇറങ്ങിയ വെറും എലിയാണ്. അപ്പം ഒന്നും മിണ്ടുമില്ല, ഒരു ഉഷാർത്തരം കാണിക്കുകയില്ല. അവളുടേതായ കംഫർട്ട് സോണിൽ വന്നാൽ മാത്രമേ ഉള്ളൂ അവളെന്തേലും നല്ല ഉഷാറായിട്ട് ചെയ്യുള്ളൂ. സ്കൂളിലൊക്കെ നല്ല ആക്റ്റീവാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഇത് എല്ലാം കൊണ്ടും നല്ല ഉഷാറായിട്ട് ഊഞ്ഞാലാട്ടവും കളിയും ഒക്കെ ആയിട്ട് നല്ല ബഹളം തന്നെയാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ കയറിയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, രണ്ടാളും കൂടി ഇങ്ങനെ ആട്ടിക്കൊടുത്തു. നമ്മളും കൂടി നോക്കണം, അതാണൊരു ഇതുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ ഓരോ മണ്ഡപങ്ങളായിട്ടാണ് അവിടെ ഇങ്ങനെ സ്റ്റാച്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ അങ്ങനെ ബ്രിട്ടീഷുകാരുടെയും പഴശ്ശിരാജയുടെയും സ്റ്റോറീസും കാര്യങ്ങളും ഉടമ്പടി അങ്ങനത്തെ ഈ പിക്ചറിനോട് ബന്ധപ്പെട്ട സ്റ്റോറീസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഓരോ ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ 3 മണ്ഡപങ്ങളായിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഈ പഴശ്ശിരാജൻ്റെ ഒരു ഭരണം തൊട്ട് മരണം വരെയുള്ള ഇങ്ങനെയുള്ള പിക്ചറുകളും സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് വായിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. പക്ഷെ നമ്മുടെ കൂടെ എന്നല്ല അവിടെ വന്നിരിക്കുന്ന മിക്ക പിള്ളേരും ഇതുപോലത്തെ ഇതിലേക്കൊന്നും നോക്കാൻ തയ്യാറേ അല്ല കേട്ടോ. എല്ലാവരും ഊഞ്ഞാലും സ്ലൈഡിങ്ങും കാര്യങ്ങളിലൊക്കെയാണ് കൂടുതലും ശ്രദ്ധ. ഇങ്ങനെയൊരു സംഭവം ഇത് എന്തിനാണ് ഇവിടെ ഇത് ഇങ്ങനെയുള്ളൊരു സ്മൃതി മണ്ഡപം എന്നുള്ള രീതി പോലും ആ പിള്ളേരൊന്നും വന്നാൽ കാണുന്നില്ല എന്നുള്ളതാണ് ഒരു കഷ്ടം. പിന്നെ അടുത്ത മണ്ഡപത്തിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഇങ്ങനെ വള്ളിച്ചെടികളും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ് കേട്ടോ. കുറേ ഞങ്ങൾ ഫോട്ടോ എടുത്തു. പിന്നെ ഇങ്ങനെ യുദ്ധം ചെയ്ത കാര്യങ്ങളും ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമ്മളിതിൽ പറയാനും പറ്റൂലല്ലോ. അതുകൊണ്ടാണ് എല്ലാം ഞാനൊന്ന് കാണിച്ച് വിടാമെന്ന് വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പഴശ്ശിരാജ മരിച്ചു എന്ന് പറയുന്നത് കാടിനുള്ളിൽ, അതായത് ഈ ഒരു സ്മൃതി മണ്ഡപത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മൈസൂർ കാടാണ്, കർണാടക കാടാണ്, ഭയങ്കര കാടാണ് കേട്ടോ. വന്യമൃഗങ്ങളൊക്കെ ഉള്ള കാടാണ്. അവിടെയാണ് ശരിക്കും മരിച്ചു എന്ന് പറയുന്നത്. ഈ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് കിടത്തിയത് ഈ മാവിലാന്തോട്ടിലാണ്. അതുകൊണ്ട് അപ്പുറത്ത് കർണാടകയിൽ പോയി നമുക്ക് സ്മാരകം പണിയാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പണിത് വെച്ചേക്കണതെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വലിയൊരു പഴശ്ശിരാജാവിൻ്റെ വലിയൊരു പ്രതിമയുണ്ട് അവിടെ. പിന്നെ ഇങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രതിമ ഇപ്പോഴാണ് വന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതിപ്പം നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന പോലത്തെ ഒരു ഇത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഇതിങ്ങനെ കമ്പിവേലി കെട്ടിയേക്കണൊക്കെ വന്യമൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ടോ. ഇതാണ് ഇങ്ങനെ ഒരു ചെറിയൊരു സംഭവം. ഈ ഒരു സംഭവം മാത്രമേ നേരത്തെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഇപ്പോഴും പുതിയതായിട്ട് അത് കൂടുതലും വികസനങ്ങളൊക്കെ വന്നേ പിന്നെയാണ് അങ്ങനെ ഈ പ്രതിമയൊക്കെ ആക്കി വെച്ചത്. ഇവിടെയാണ് ശരിക്കും ആ ഒരു സ്മാരകം എന്ന് പറഞ്ഞ ആ ഒരു ഇത് ഉള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇവിടെ വൈകുന്നേരം 5:30 വരെയേ ഉള്ളൂ. കാരണം വന്യമൃഗങ്ങളുടെ ശല്യമുള്ള കാരണം കൊണ്ട് 5:30 ആകുമ്പോഴത്തേനും ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട്